ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നല്ലൊരു കറ്റാർവാഴ കൊണ്ട് ഒരു അരിഷ്ടം തയ്യാറാക്കാം. നല്ല ഇമ്മ്യൂണിറ്റി പവർ തരുന്ന ഒരു അരിഷ്ടമാണത്. അത് നമുക്ക് നമ്മുടെ തോട്ടത്തിൽ തന്നെ കറ്റാർവാഴയുടെ തൈമെന്ന് മൂത്ത ഇല എന്ന് വെച്ചാൽ ആദ്യത്തെ ഇല നല്ല ഫ്ലഷുള്ള ജെല്ലുള്ള ഇല കട്ട് ചെയ്തിട്ട് നമുക്ക് അരിഷ്ടം തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നല്ലൊരു മൂത്ത തൈയാണിത്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ കണ്ട നല്ലോണം ജെല്ലുള്ളതാണ്. ചെടിയുടെ കടഭാഗത്തായിരിക്കും നല്ലോണം ജെല്ലുള്ള ലീഫുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഇത് കണ്ട നല്ല ജെല്ലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനൊരു മഞ്ഞ നിറത്തിൽ ദ്രാവകം വരും. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ലീഫിൻ്റെയും ഫ്ലഷിൻ്റെയും ഇടയിൽ ജസ്റ്റ് ഒരു അതിൽ നിന്ന് വരുന്നൊരു ലോഷനാണിത്. ഒരുവിധ ആൾക്കാർക്കൊക്കെ അലർജി ഇച്ചിങ് ഇതൊക്കെ വരേണ്ടതാണ്. അപ്പം നമുക്കിത് ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ അങ്ങനെ കഴുകി കുത്തി നിർത്തി ഇങ്ങനെ വെക്കാം. അപ്പോൾ ഈ യെല്ലോ കളറിലുള്ള എല്ലാതും പോയി നല്ല ക്ലീൻ ആയിട്ടുള്ള കറ്റാർവാഴ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അരിഷ്ടം തയ്യാറാക്കേണ്ടത്. കണ്ട ടിഷ്യൂ പേപ്പറിൽ നിന്ന് വെച്ചപ്പോൾ കണ്ട ഇതുപോലെ ഇങ്ങനെ കുത്തി നിർത്തി കഴിഞ്ഞാൽ എല്ലാ മഞ്ഞ കളറിലുള്ള അതും പൊക്കോളും. അതിന് ശേഷം നമുക്ക് കഴുകി നല്ലോണം തുടച്ച് ഉണക്കിയെടുക്കാം. അപ്പം നമ്മൾ നല്ലോണം വെള്ളമൊഴിച്ച് കഴുകി നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുക്കാം. ഒരു തരി വെള്ളം പാടില്ല. നമ്മൾ അരിഷ്ടമാണല്ലോ തയ്യാറാക്കണേ. അപ്പം നല്ലോണം കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ടെടുക്കാം. നല്ലോണം തുടച്ച് ഒരു തരി വെള്ളം പാടില്ല. എന്നാലാണ് നമ്മുടെ തയ്യാറാക്കുന്ന അരിഷ്ടം കുറേ കാലം കേടുകൂടാതെ ഇരിക്കുള്ളൂ. നല്ല ഇമ്മ്യൂണിറ്റി പവർ തരുന്നൊരു അരിഷ്ടമാണ്. അതുപോലെ വയറിലെ എല്ലാ അസുഖങ്ങളും മാറും. അതുപോലെ എല്ലാത്തിനും വളരെ നല്ലതാണ് ആ ഒരു അരിഷ്ടം. നമ്മൾ 21 ദിവസം കെട്ടി വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാൻ കുറച്ച് കറ്റാർവാഴ നേരത്തെ തന്നെ കട്ട് ചെയ്ത് യെല്ലോ കളറിലുള്ള ആ ലോഷനൊക്കെ വാർത്ത് കളഞ്ഞ് നല്ലോണം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ മുഴുവൻ വേണ്ട, നമ്മൾ ആവശ്യത്തിന് എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ കത്തി ആയാലും അത് നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ്. ഒരു തരി വെള്ളമൊന്നും പാടില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള കത്തി വേണം. അപ്പം ഇത് നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തത്. അപ്പോൾ അതുപോലെ കറ്റാർവാഴ അതുപോലെ കഴുകി തുടച്ച് മുന്നേ തന്നെ ഞാൻ മുറിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കറ്റാർവാഴയുടെ അരിവശത്തൊക്കെ ഇങ്ങനെ മുള്ള് നിൽക്കുന്നുണ്ടാവില്ല, അതൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കാം. ഇതുപോലെ ഈ അരിവശം ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കാം. ഇതുപോലെ അധികം കനം വേണ്ട. ഇത് കണ്ട ഈ ഒരു കനത്തിൽ നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ടിടാം. ഈ ഒരു കനം മതി. അത് ഈ രണ്ട് വശത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കി നുറുക്കിയിടാം. ഇതിപ്പോൾ 1 കിലോന് അത്ര തന്നെ തേൻ എടുത്തിട്ട് വേണം നമ്മളിത് കെട്ടിവെക്കാനായിട്ട്. ഒറിജിനൽ തേനാവണം. നമുക്ക് മായൊന്നും ഇല്ലാത്ത തേൻ എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. കുറച്ച് പിന്നെ ബ്രാൻഡിയും ചേർക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അരിഷ്ടം ഫോമിലായി കിട്ടുള്ളൂ. അപ്പം നമ്മൾ കറ്റാർവാഴ മുഴുവൻ ചെറുതാക്കി ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നല്ല പനന്തങ്ക് പോലെ കിടക്കുന്നുണ്ട്. കണ്ട നല്ല വലിയ 3 കറ്റാർവാഴയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് നമുക്ക് നല്ലോണം ഉണങ്ങിയ കുപ്പിയിലേക്ക് കണ്ട മാറ്റാം. ഇത് നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തുള്ളതാണ്. പിന്നെ എടുത്തുള്ളത് നമ്മൾ തേനാണ്. തേൻ എന്ന് വെച്ചാൽ 1 കിലോന് 1 കിലോ തേൻ എന്നുള്ള ഒരു അളവ് അതിലിട്ട് കുറയാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണക്കാക്കേണ്ടത് ഒരു കുപ്പിയിലെടുത്ത് കറ്റാർവാഴ മുങ്ങി തേൻ നിൽക്കണം. ആ ഒരു അളവിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. തേൻ എന്ന് വെച്ചാൽ നല്ല നാച്ചുറലായിട്ടുള്ള തേൻ വേണം ചേർക്കാനായിട്ട്. അത് നമുക്ക് ചേർക്കാൻ ആദ്യം നമുക്ക് തേൻ ചേർക്കാം ബേസായിട്ട്. അതിലേക്ക് നമ്മൾ കറ്റാർവാഴ അരിഞ്ഞു വെച്ചത് ചേർക്കാം. ഇതൊരു ടോണിക് പോലെ യൂസ് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് കറ്റാർവാഴ അധികമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് വരുന്ന പനികളോ അതുപോലെ വയറിനുള്ള അസുഖങ്ങളോ ഒന്നും വരില്ല. ക്യാൻസറിനൊക്കെ നല്ല പ്രതിരോധിക്കാനുള്ള ഒരു ടോണിക്കും കൂടിയാണത്. കുറച്ച് ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ചേർക്കാം. അങ്ങനെ ലെയറായിട്ട് നമുക്ക് തേൻ ചേർക്കാം. ഇത്ര മാത്രം ആവശ്യമുള്ള നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ടോണിക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെ തയ്യാറാക്കണം. 21 ദിവസം ഒന്ന് കെട്ടിവെക്കണം എന്നുള്ളൂ. ടോണിക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഇൻസുലിനൊക്കെ യൂസ് ചെയ്യണ ഒരു ഡോക്ടറുടെ കൺസൾട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ
ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് വരാതിരിക്കാൻ നമ്മൾ ഗുളികകളൊക്കെ കഴിക്കില്ല, അവരും ഇത് യൂസ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ അത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് വേണം. പ്രഗ്നൻ്റ് ആയ ലേഡികൾ ചെയ്യരുത്. അങ്ങനെ പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ കഴിക്കുന്നവർ ഇത് ചോദിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ പെർഫെക്റ്റ് കണ്ടീഷനായുള്ളവർ മരുന്നുകളൊന്നും യൂസ് ചെയ്യാത്തവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യണം. പിന്നെ കുട്ടികൾക്കാവുമ്പോൾ നമ്മളിത് ഒരു 1/2 സ്പൂണോളം കൊടുത്താൽ മതി. വലിയവർക്ക് 1 സ്പൂൺ ഡെയിലി കഴിക്കാം. അങ്ങനെയാണ് നമ്മുടെ അലോവേര ടോണിക് തയ്യാറാക്കുന്നത്. അരിഷ്ടെന്നും പറയും, ടോണിക് എന്നൊക്കെ പറയും. നല്ലൊരു റെസിസ്റ്റിംഗ് പവർ കിട്ടുന്നതാണ്. അതുപോലെ വയറ്റിലെ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. കറ്റാർവാഴ ജെല്ല് നമുക്കറിയാമല്ലോ, എല്ലാത്തിനും നല്ലൊരു ജെല്ലാണത്. നമ്മൾ അരിഞ്ഞതൊക്കെ ഇതിൽ നല്ല വലിയ കറ്റാർവാഴയാണ് നമ്മൾ ഉപയോഗിച്ചുള്ളത്. പിന്നെ നമുക്ക് എഡിബിൾ ആയിട്ടുള്ളത്, അത് കഴിക്കാൻ പറ്റുന്ന കറ്റാർവാഴ വേണം യൂസ് ചെയ്യാൻ. 2 തരം കറ്റാർവാഴയുണ്ട്. അപ്പം നമ്മൾ കറ്റാർവാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ തേൻ ഒഴിച്ച് ഫില്ല് ചെയ്യണം. പിന്നെ ഡെയിലി നമ്മളിത് ഒരു നേരം ഒരു മരത്തവി കൊണ്ട് ഇളക്കണം. എന്നാലാണ് അതിൻ്റെ സത്ത് മുഴുവൻ അരിഷ്ടത്തേക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യണം. കണ്ടപ്പോൾ കറക്റ്റായിട്ട് തേൻ ഒഴിച്ച് നല്ല കറക്റ്റ് പാകമായിട്ട് ഇത് എല്ലാതും മുങ്ങിക്കെടുക്കണം. നമുക്ക് തൂക്കമൊക്കെ നമുക്ക് സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ തൂക്കമൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, മുങ്ങിക്കിടക്കണ സൈസ്. പിന്നെ ഞാൻ ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഓപ്ഷനിലാണ്, അത് ചേർത്തിട്ട് ടോണിക്ക് തയ്യാറാക്കിയാലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ ബ്രാൻഡിന്, വൈറ്റ് നിറത്തിലുള്ള ബ്രാൻഡിനിത്. അപ്പോൾ ഏത് തരം ബ്രാൻഡി ആയാലും കുഴപ്പമില്ല. ഇത് എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് നിറത്തിലുള്ളതായിരുന്ന വൈറ്റ് നിറത്തിലുള്ള ബ്രാൻഡിന് ചേർക്കണം. അതും കൂടി ചേർത്ത് നമുക്ക് ഒരു മരത്തവി എടുത്ത് ഇളക്കാം. അപ്പോഴെല്ലാ ഭാഗത്തേക്കും എത്തിയുള്ളൂ. അത് ഇതിങ്ങനെ ഡെയിലി ഇതുപോലെ ഒരു നേരം ഇളക്കണം. അങ്ങനെ 21 ദിവസം ഇളക്കിയിട്ട് വേണം നമ്മുടെ ടോണിക്ക് തയ്യാറാക്കാനായിട്ട്. ഇത് ചില്ലുകുപ്പിയിൽ വേണം തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ ഭരണിയിൽ. അങ്ങനെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഉണങ്ങിയത് വേണം എല്ലാതും യൂസ് ചെയ്യാൻ. തീരെ വെള്ളമയം ആവാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ ടോണിക്ക് തയ്യാറാക്കാനായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് കണ്ടത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ അടച്ചു വെക്കാം. ഇങ്ങനെ ഒന്ന് താത്തി വെച്ചതാണ്. എന്നിട്ടൊരു നല്ലൊരു അടപ്പ് വെച്ച് എല്ലാതും ഉണങ്ങിയിരിക്കണം കേട്ടോ. എന്നിട്ട് അടച്ചു വെക്കാം. എല്ലാ ദിവസവും തുറന്ന് നമുക്ക് ഇളക്കണം. അതുപോലെ തന്നെ 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത്ര മാത്രം ആവശ്യമുള്ള നമ്മുടെ കറ്റാർവാഴ കൊണ്ട് നല്ലൊരു ടോണിക്ക് തയ്യാറായിട്ടുണ്ട്.